കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രാഗൽഭ്യമാക്കാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ വർഷം ഒത്തിരി റെസൊല്യൂഷൻ എടുത്ത ആളുകളിൽ ഒരാൾ ഞാനും കൂടെയാണ്. പക്ഷെ പല കാര്യങ്ങളും പാതി വഴിയിൽ നിന്നുപോയി. നമ്മൾ ആദ്യത്തെ ഒരു 3 മാസം കഴിയുമ്പോൾ എല്ലാം നിൽക്കും. അപ്പോൾ അതുപോലെയല്ല, നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, കഴിഞ്ഞൊരു വർഷം നടന്നതിനൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു സമയമാണ്. ഇപ്പോൾ 2025 വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, ന്യൂ ഇയർ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊരു ഇവൻറ്റും ഇപ്പോൾ കുറച്ചുകൂടെ കളറാക്കണമെങ്കിൽ ഒരു DJ കൂടിയേ ചേരുള്ളൂ അല്ലേ. ഇപ്പോൾ DJ ആണ് നമ്മൾ എപ്പോഴും ഒരു മ്യൂസിക്കും ആ ഒരു വൈബും ഏതൊരു ആഘോഷങ്ങൾക്കും മൂഡ് സെറ്റ് ചെയ്യുന്നതിന് DJ അത്യാവശ്യമാണ്. ഇപ്പോൾ DJയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് DJ സാവിയോ ആയിരിക്കും, നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം DJ സാവിയോ. ഇപ്പോൾ DJ സാവിയോ കാനഡയിൽ എത്തിയപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളായിട്ട് ഇൻ്റർവ്യൂ നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ന്യൂ ഇയർ അല്ലേ, എന്തായാലും ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ DJ സാവിയോയുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഇൻ്റർവ്യൂ. ഇപ്പോൾ DJ സാവിയോടൊപ്പം തന്നെ നമുക്ക് ആഘോഷിക്കാം ഇന്നത്തെ എപ്പിസോഡ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കാനഡിയൻ കോച്ചിങ് ക്ലബ്ബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പല മ്യൂസിക് ഫെസ്റ്റിവൽസിൽ അറ്റൻഡ് ചെയ്തേക്കുന്ന ആൾക്കാരുണ്ട്. സോ കൊച്ചിയിലും പല മ്യൂസിക് ഫെസ്റ്റിവൽ, പല ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെയും കുറേ ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്, കുറേ ഫെസ്റ്റിവൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ വന്നിട്ട് ആ സെയിം സാധനം തന്നെ ആയിരിക്കില്ല ഇവിടെ ആൾക്കാർ പ്രതീക്ഷിക്കണത്, ഇവിടുത്തെ സാധനം അവിടെ ആയിരിക്കില്ല പ്രതീക്ഷിക്കണത്. ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. പക്ഷേ രണ്ടും കൂടി ഒരു യോജിപ്പിച്ച് ആ ഒരു ലെവലിലേക്ക് ഇവിടെ വന്നേക്കണ ഒരു 10, 50 അല്ലെങ്കിൽ 60 ആൾക്കാർ ഞാനവിടെ പ്ലേ ചെയ്യണത് കണ്ടിട്ടുണ്ട്. അവിടെ പ്ലേ ചെയ്യണ ഇത് കുറച്ച് പേര് ഇവിടെയും കണ്ടിട്ടുണ്ട്. സോ അവിടെയും വന്നിട്ട് പറയരുത് സാവിയോ ഇവിടെ ആ ലെവലിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അവിടെ പോയിട്ട് പറയരുത് ആ ലെവലിൽ വന്നില്ല. സോ യു നീഡ് ടു ബാലൻസ് യുവർ സെൽഫ്, യു നീഡ് ടു പ്ലേ ദ മ്യൂസിക് വാട്ട് ദേ റിക്വയർ. ക്രൗഡിനെ റീഡ് ചെയ്യാൻ പഠിക്കണം. അവിടെ എന്താണ് അവർ ഉദ്ദേശിക്കണത് എന്നുള്ള സാധനം പ്ലേ ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ ജോലി ചെയ്യുക. ദാറ്റ്സ് ഓൾ. സോ ഡു വാട്ട് യുവർ മൈൻഡ് സേസ്, ഡു വാട്ട് യുവർ എക്സ്പീരിയൻസ് കൗണ്ട്സ്, റെസ്റ്റ് വിൽ ഫോളോ. Talking about job satisfaction after the Cochin Carnival show. അത് ഞാനല്ല പറയേണ്ടത്, അവരാണ് പറയേണ്ടത്, ആൾക്കാരാണ് പറയേണ്ടത്. ഐ തിങ്ക് സോ അതിൻ്റെ ഉത്തരം ഓൾറെഡി സോഷ്യൽ മീഡിയയിലുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ഐ ഹവ് ഡൺ മൈ ജോബ് 110%. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആണല്ലോ, എനിക്ക് എല്ലാവരും എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും വൈബ് സെറ്റും മൈൻഡ് സെറ്റും എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. സോ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ കൊല്ലവും അടുത്തതെന്തെന്ന് നോക്കണ്ടല്ല. സോ ഐ ഫീൽ ദാറ്റ് ഇനി അടുത്ത കൊല്ലം വരാൻ നേരത്ത് ഇഫ് ദ കമ്മിറ്റി കോൾസ് മീ ബാക്ക്, ഐ വിൽ കം വിത്ത് സംതിങ് ഡിഫറെൻറ്റ്. ഒരു ലെവൽ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ നോക്കുകയുള്ളൂ, അല്ലാതെ സെയിം ആയിട്ട് നിർത്താനായിട്ടൊന്നും ഞാൻ നോക്കില്ല. ഐ ഓൾവേസ് വർക്ക് ഓൺ വാട്ട് ഈസ് നെക്സ്റ്റ് ആൻഡ് ഹൗ ടു ഇംപ്രൂവ് മൈ. ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോയിലേക്ക് പോകാൻ നേരത്ത് എവിടെ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ആണ് പോകുന്നത്. പിന്നെ ക്രിറ്റിക്സ് എന്ന് പറയുന്നത് എൻ്റെ വൈഫും എൻ്റെ മക്കളാണ്. സോ ആഫ്റ്റർ എവറി ഷോ ഐ കോൾ ദം അപ്പ്, അല്ലെങ്കിൽ അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു. സോ ഇവിടുത്തെ റെസ്പോൺസ് ചെയ്യാൻ പറയും, അവരെൻ്റെ അടുത്ത് പറയും എങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യണം. സോ ക്രിറ്റിക്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ മീ ഐ ഹവ് ഡൺ മൈ 110%. പിന്നെ ക്രൗഡ് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കൊച്ചി എടുക്കുകയാണെങ്കിൽ ടൂറിസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കോസ്റ്റ് ലൈൻ, സീ ലൈൻ എത്രയോ വലിയ സീ ലൈനാണ്. പക്ഷേ ഗോവയുടെ സീ ലൈൻ എടുത്താൽ എന്തോരം ചെറുതാണ്. ഹൗ മെനി മ്യൂസിക് ഫെസ്റ്റിവൽസ് അവിടെ നടക്കുന്നുണ്ട്, ഹൗ മെനി ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. സോ ഗവൺമെൻറ് ഷുഡ് ഓപ്പൺ അപ്പ്. നമുക്ക് നല്ലൊരു പോസിറ്റീവ് അപ്രോച്ചാണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ ഡ്രഗ്സ് വരണമെന്ന് പറഞ്ഞിട്ട് ഇത് ബാൻ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഇടി നടക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബാൻ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ 1500 പേര് വന്നു,
ഇവിടെ ഓപ്പണായിട്ട് ലിക്കർ ഉണ്ടായിരുന്നു, ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അടിച്ച് ദേ വർ റെസ്പോൺസിബിൾ. നമ്മുടെ അവിടെ മാത്രമുള്ളൂ ഈ ഒരു റെസ്പോൺസിബിളായിട്ട് ചെയ്യണം. നമ്മുടെ സ്വന്തം നാടല്ല, അപ്പോൾ എന്തും ചെയ്യാന്നുള്ള. ഇതേമാതിരി തന്നെ അവിടെ എല്ലാവരും ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ പരിപാടികൾ നമുക്ക് അവിടെ ചെയ്യാം. റെസ്പോൺസിബിളായിട്ട് കുടിക്കുക, റെസ്പോൺസിബിളായിട്ട് പാർട്ടി ചെയ്യുക, റെസ്പോൺസിബിളായിട്ട് എൻജോയ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ഫാമിലി പോലെ അടിച്ചു പൊളിച്ചു. ബിക്കോസ് ഞാനിപ്പോൾ ദുബായിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു, എക്സ്പോ ചെയ്തപ്പോഴും ആ ഒരു സിറ്റുവേഷനാണ്. അന്ന് ഇവിടെ 1500 ഉണ്ടെങ്കിൽ അവിടെ 40,000 30,000 40,000 പേരായിരുന്നു അന്ന് എക്സ്പോയിൽ ഡാൻസ് ചെയ്തത്. അവിടെയും ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, ഒരു ഇടി ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുവാണെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് ഒരു ഒത്തൊരുമയായിട്ട് വന്ന് ഒരു നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഐ തിങ്ക് സോ കേരളനെ വെട്ടിക്കാനായിട്ട് ഒരു സ്ഥലവും ഉണ്ടാവില്ല. കുറേ പ്രോജക്ട്സ് ഉണ്ട്, അത് ഇപ്പോൾ റിവീൽ ആക്കാറായിട്ടില്ല. പ്രത്യേകിച്ചും കുറച്ച് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അടിപൊളി പ്രോജക്ട്സാണ്. മലയാളം മ്യൂസിക്കിന് അടുത്ത ഫേസിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. ബിക്കോസ് കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് എനിക്കുള്ളത്. അപ്പോൾ കുറച്ച് ഇൻ്റർനാഷണൽ വേദികൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം മ്യൂസിക്കിന് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇപ്പോൾ കുറേ റാപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ശത്രുവിൽ പഴയ മലയാളം മ്യൂസിക്കിനെ റിവൈവ് ചെയ്തിട്ട് അതൊരു വേൾഡ് മ്യൂസിക് സ്റ്റേജിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഈ പ്രാവശ്യം ടുമോറോ ലാൻഡിൽ ജോൺ ലെനൻ്റെ ഇമാജിൻ അവർ റിവൈവ് ചെയ്തിട്ട് സ്റ്റീവ് ആക്യു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ വേറെ രീതിയിലാണ് അത് എടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മ്യൂസിക് നമ്മുടെ കൾച്ചറിനെ വേൾഡ് മ്യൂസിക് ലെവലിലേക്ക് എത്തിച്ചുകൂടാ? അതാണ് 2-3 ട്രാക്കുകൾ എൻ്റെ വീഡിയോ ചാനലുണ്ട്. ഞാൻ അമൃത സുരേഷായിട്ട് ചെയ്തേക്കണതും ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള. നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഈ മന്ത്രാസ് എടുത്തിട്ട് ടെക്നോ അല്ലെങ്കിൽ ഇഡിയത്തിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ട് ദേ ആർ സെല്ലിങ് ഇറ്റ് ഇൻ എ വെരി ബിഗ് ലെവൽ. എന്തുകൊണ്ട് നമ്മുടെ കൾച്ചർ എടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പാടില്ല? സൈന മ്യൂസിക്കിലും ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ലെവലിലുള്ള ട്രാക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാനുള്ളൂ നമ്മുടെ കൾച്ചറിനെ എടുത്തിട്ട് അടുത്ത ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. പക്ഷേ ഞാനീ പറഞ്ഞ മാതിരി റിസ്ക് ഫാക്ടർ എടുക്കാനായിട്ടും അന്യദേശത്തു നിന്ന് ആരെങ്കിലും വന്ന് ചെയ്യുവാണെങ്കിൽ അത് അംഗീകരിക്കാനായിട്ടും നമ്മുടെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ ചെയ്ത് കുറച്ച് സ്ലോഗ് ചെയ്ത് കഴിഞ്ഞാലേ ആൾക്കാരത് അംഗീകരിക്കുള്ളൂ. സോ വെൻ യു ഹാവ് ദ ബെസ്റ്റ് ടാലൻസ്, ഇപ്പം എന്നെ തന്നെയാണെന്നില്ല കേട്ടോ, നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വെൻ യു ഹാവ് ദ ബെസ്റ്റ് ടാലൻസ് ഇൻ കേരള, വൈ പ്രൊമോട്ട് ലോക്കൽ ആർട്ടിസ്റ്റ് ഓർ യുവർ ഹോം ആർട്ടിസ്റ്റ് ആൻഡ് മേക്ക് ദം ബിഗ്? അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ആർട്ടിസ്റ്റ് ഇന്ത്യയിൽ വരാൻ നേരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വരാൻ നേരത്ത് നമ്മൾ അവരെ ഹൈപ്പ് ചെയ്ത് ഭയങ്കര ലെവലിലേക്ക് കൊണ്ടുപോകും. പക്ഷേ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും പുറത്ത് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആരെങ്കിലും ഹൈപ്പ് പ്രൊമോട്ട് ചെയ്യണം ഇല്ല. ഐ ഡോണ്ട് സീ. പ്രോബബ്ലി 10-20%. ഇപ്പോൾ യേശുദാസ് സാറ് അങ്ങനത്തെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, AR റഹ്മാൻ. അല്ലാതെ ലോക്കൽ ആർട്ടിസ്റ്റിനെ നമ്മളെങ്ങനെ ആരാണ് പൊക്കിക്കൊണ്ടുവരണത്? ഇല്ല. പൊക്കിക്കൊണ്ടുവന്നാലേ നമുക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ മ്യൂസിക്കിൻ്റെ. സോ ഐ വുഡ് സേ പ്രൊമോട്ട് ലോക്കൽ ടാലൻസ്. I'm a DJ. As you know, I'm a DJ. I remix music. Music production ചെയ്യണ ആൾക്കാർ വേറെ ഉണ്ട്. ഫോർ മീ, ഞാൻ എൻ്റെ മനസ്സിലൊരു ട്യൂൺ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിനെ ഇന്ന നിലയിൽ എത്തിക്കണമെങ്കിൽ എനിക്കൊരു ടീം തന്നെയുണ്ട്. സോ ഞാൻ അവരുടെ അടുത്ത് ഇന്ന മാതിരി വരണം, ഇന്ന മാതിരി ചെയ്യണം, ഇന്ന മാതിരിയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ദേ പ്രൊഡ്യൂസ് ദ മ്യൂസിക് ഫോർ മീ. അതിന് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരാൾ അഭിനയിക്കുന്നു, അയാൾ മ്യൂസിക് പ്രൊഡ്യൂസർ ആവുന്നു, ഫിലിം പ്രൊഡ്യൂസർ ആവുന്നു. I know what I am good at. So why do I exploit myself in putting my legs into different boats and spoiling it? So be good at what you are and move to the next level. Every music, ഇപ്പോൾ ഞാൻ പല മ്യൂസിക് എടുത്തിട്ട് ഞാൻ റീമിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മ്യൂസിക്കിന് അതിൻ്റെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത് നശിപ്പിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യും. നല്ല രീതിയിലല്ലെങ്കിൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറയുന്ന മുഖത്ത് നോക്കി തന്നെ പറയും നശിപ്പിച്ചതെന്ന് പറയും.
So try to be biased on what on that original music and remix it. പിന്നെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. അവനത് നശിപ്പിച്ച് എന്തിനാണ് അത് ചെയ്യണത്. ഞാൻ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തിട്ടുണ്ട്, പഴയ പാട്ടുകളെടുത്ത് റീമിക്സ് ചെയ്ത് സരിഗമ മ്യൂസിക്. അത് ചാർട്ട് ബസ്റ്റേഴ്സിൽ കിടന്നു വെച്ചതാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താണ് അത് ചെയ്താൽ ശരിയാവുക, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരിക എന്നല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, യു ഷുഡ് നീഡ് ടു ടേക്ക് റിസ്ക്. മുന്നോട്ട് പോകണമെങ്കിൽ റിസ്ക് എടുക്കണം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കിയാൽ ബോളിവുഡിൽ ഒഫീഷ്യലായിട്ട് റീമിക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു DJ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. 2 ട്രാക്കുകൾ ഞാൻ ഒഫീഷ്യലായിട്ട് റീമിക്സ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെയാണ് അത് നോർത്ത് ഇന്ത്യ ഏറ്റെടുത്തേക്കണത്. അത് കാരണം എനിക്ക് നല്ല പ്രൊമോഷൻ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. സോ എബിലിറ്റി ഉള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക, റിസ്ക് എടുത്തുകൊണ്ട്. എൻ്റെ ഒരു സപ്പോർട്ടും ഗ്രോത്ത് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. ഐ എം ഓൾവേസ് ഓപ്പൺ ടു മൈ ഫാമിലി. അവരാണ് എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്സ്. ലൈക്ക് മൈ വൈഫ് മെൽന. ശരിക്കും കല്യാണം കഴിച്ച് സാബിയോ താൻ പോടോ, ഞാൻ എന്തിനും പുറകിലുണ്ടെന്ന് പറഞ്ഞ് കൂടെ ചങ്കായിട്ട് നിൽക്കുന്ന ഒരു വൈഫ്. ഇപ്പോഴും ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ബിസിനസ് മാനേജ് ചെയ്യണത്, ലൈക്ക് വി ആർ ഇൻ ടു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആൻഡ് വി ഹാവ് അവർ ഓൺ ഇവൻറ്റ് കമ്പനി ആൻഡ് ലൈറ്റ് ആൻഡ് സൗണ്ട് റെൻ്റൽ കമ്പനി. അത് സ്ട്രോങ് ആയിട്ട് നടത്തുന്ന പുള്ളിക്കാരത്തിയാണ്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ 2 പെൺമക്കൾ, വൺ ഹാസ് ഫിനിഷ്ഡ് ഡിഗ്രി, her name is സെലീം. രണ്ടാമത് 10 years, ഷീ ഈസ് ക്രിസ്റ്റീൻ. അപ്പോൾ ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്താലും ആ 2 മക്കളെ നോക്കുന്നത് പുള്ളിക്കാരത്തിയാണ്. സോ ഷീ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. എൻ്റെ സ്ട്രെസ്സും എൻ്റെ ടെൻഷനും ഏറ്റവും കുറച്ച് കൊണ്ടുവന്നിട്ട് എന്നെ ഇങ്ങനെ പെർഫോം ചെയ്യാനായിട്ട് എന്നെ ലൈക്ക് പുഷ് ചെയ്യണത് പുള്ളിക്കാരത്തിയാണ്. പിന്നെ എൻ്റെ കുറേ കസിൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫാദറും മദർ എൻ്റെ ഒപ്പമാണ്. ഇത് എത്ര നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ ഒരു കൊച്ചിക്കാരൻ്റെ ഒരു ഫീലിംഗ്, ഏറ്റവും വലിയ ഫീലിംഗ് എന്ന് പറയണമെങ്കിൽ കൊച്ചിൻ കാർണിവലാണ്. അത് നെഞ്ച് വിരിച്ച് അഹങ്കരിക്കണ ഒരു സംഭവമാണ്. ആണെങ്കിൽ എന്ന് ലൈറ്റ് ഓണാക്കണത് മുതൽ സ്റ്റാറുകൾ ഓണാക്കണ കൊച്ചിൻ കാർണിവലിൻ്റെ കേർട്ടൻ റൈസർ മുതൽ അവസാനം വരെ തുടങ്ങണത് ഞാനും അവസാനിക്കണത് ഞാനും. അഹങ്കരിക്കാൻ പറ്റും. 12-13 കൊല്ലമായി ഞാൻ അതിൻ്റെ ഒപ്പം നിൽക്കണത്. അപ്പോൾ ആ ഒരു സംഭവം കാനഡയിൽ കൊണ്ടുവന്ന കാനഡിയൻ കൊച്ചിൻ ക്ലബിന് ഓടിക്കോൾ ഭയങ്കര താങ്ക്സ് പറയണം. എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു സാധനം അവരിവിടെ ചെയ്യണത് ഈസി ആയിട്ടുള്ള സംഭവമല്ല. നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് അത് ചെയ്യാം, ആകെ 2-3 പെർമിഷൻസ് എടുത്താൽ മതി. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവണത് പല പെർമിഷൻസ് എടുക്കണം. പ്രത്യേകിച്ച് എൻ്റെ വിസ, ഞാനിവിടെ എന്തിനു വരണം, ഞാനിവിടെ ലാൻഡ് ചെയ്യണ വരെ പ്രത്യേകിച്ച് വർഗീസിന് എന്ത് ടെൻഷനായിരുന്നു എന്നറിയോ. ഞാനിവിടെ ലാൻഡ് ചെയ്ത് വന്ന് പുള്ളിക്കാരൻ വന്നെടുത്തപ്പോഴും എല്ലാം ശരിയല്ലേ, ഈവൻ എന്തെല്ലാമാണ് ഞാൻ അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞ് ചെയ്യേണ്ടത് അതുവരെ അവർ പറഞ്ഞു തന്നു. സോ ആ ഫാക്ടർ വരെ, സോ ദേ വാസ് സോ വാട്ട് യു കോൾ, ഏറ്റവും ടെൻഷൻ അടിച്ച് ചെയ്തൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഇറ്റ് വാസ് നോട്ട് ചാർജ്ഡ്, ഇറ്റ് വാസ് നോട്ട് ടിക്കറ്റഡ്. സോ എനിക്കറിയാം ഈ ഫിനാൻസ് ഇൻവോൾവ്മെൻറ്റ് എത്ര വേണ്ടി വരും എന്നുള്ളത്. സ്പോൺസറിനേക്കാളും ഉപരി അവരുടെ ഹാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ട് ചെയ്തൊരു ഇവൻ്റാണ്. സോ ഐ ഷുഡ് സേ വെരി ബിഗ് താങ്ക്സ് ടു Canadian Cochin Club and all the organizers who really struggled to get this whole thing on 27th as a great success. Thank you. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കേരളീയത്തിന് ധാരാളം സപ്പോർട്ടേഴ്സും വെൽ വിഷേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളീയത്തിൻ്റെ ഈ ഒരു സക്സസ്ഫുൾ ജേർണി എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും നാൾ കൊണ്ട് നടക്കാനും നിലനിർത്താനും സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ച ഒത്തിരിയധികം വെൽ വിഷേഴ്സ് ഇന്ന് നമുക്ക് ന്യൂ ഇയർ വിഷേഴ്സുമായിട്ട് എത്തിക്കുകയാണ്. അടുത്തായി നമുക്കത് കാണാം. കേരളീയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കൊക്ക ഡാൻസ് ഗ്രൂപ്പിൻ്റെ ക്രിസ്മസ് നവവത്സരാശംസകൾ. എല്ലാ കേരളീയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. കേരളീയത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി പ്രോസ്പറസ് ന്യൂ ഇയർ ഫ്രം രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. കേരളീയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മിസ്റ്റർ ജോൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദ്യമായി തന്നെ എല്ലാവർക്കും സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥന നേരുന്നു. കമ്പോളങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ക്രിസ്മസ് ട്രീകളും നക്ഷത്ര വിളക്കുകളും തെളിഞ്ഞു കഴിഞ്ഞു. പുൽക്കൂടുകളും
സമ്മാനങ്ങളും തയ്യാറായി കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ക്രിസ്മസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. പുൽക്കൂട്ടിൽ പിറന്ന രാജാതിരാജനായ യേശുവിൻ്റെ തിരുപ്പിറവിയെ അറിയിച്ചുകൊണ്ട് മാലാഖവർന്നും ആട്ടിടയർ കൊടുത്ത സന്ദേശം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതൊരാശംസിക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞു, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ ജനവാർത്തയുടെ ആ ശക്തമായ സന്തോഷകരമായ പ്രഖ്യാപനത്തിന് ശേഷമാണ് പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇന്ന് നിങ്ങളോട് ആശംസിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്മസ് സന്മനസ്സുള്ളവർക്ക് സമാധാനം കിട്ടുന്നൊരവസരമാണ്. അല്ലെങ്കിൽ സന്മനസ്സോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ഏറ്റെടുക്കുവാനുള്ള ഒരു വിളിയാണിത്. ആദ്യമായി തന്നെ ദൈവപിതാവിൻ്റെ വലിയ സന്മനസ്സാണ് ക്രിസ്തുമസ്. ഈ രാജാതിരാജനായ ദൈവപുത്രൻ പിറന്നത് എവിടെയാണ്? ആട്ടിടയരുടെ സന്മനസ്സിൻ്റെ പരമായിട്ടില്ലേ? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പല വാതിക്കലും മുട്ടി, ഇന്നും യേശു മുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ആട്ടിടയരുടെ സന്മനസ്സുകൂടെ, അല്ലെങ്കിൽ ഏതാനും ചില ഇടയരുടെ സന്മനസ്സുകൊണ്ട് പുൽക്കൂട് കിട്ടി, അവിടെ യേശു പിറന്നു. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സാധാരണ നമ്മൾ വിഷ് ചെയ്യാറുണ്ടല്ലോ, മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ഞാൻ ആശംസിക്കുകയാണ്, പിറക്കാൻ പോകുന്ന 2025 ഈ ക്രിസ്മസിൻ്റെ സമാധാനം ഏറ്റുവാങ്ങിക്കൊണ്ട് സമാധാനം പങ്കുവയ്ക്കുന്ന, സമാധാനത്തിൽ വളരുന്ന ഒരു പുതിയ വർഷമായി മാറട്ടെ. എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു. വരാനിരിക്കുന്ന പുതുവർഷം കൂടുതൽ സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് പാട്ടും കുറച്ച് ഡാൻസും അതുപോലെയുള്ള കുറച്ച് കളർഫുൾ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലല്ലേ കളർഫുൾ ആകുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതായിട്ട് കാണാം ഷീജയുടെ ഒരു നല്ല സെമി ക്ലാസിക്കൽ ഡാൻസ്. Nini sa 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 sari ni sa 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 ni sare re mama papa ni da ba ma pa ni sare ni sari ni da pa ni da pa ma ga re ma ga sa ni sa മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താ മണിപ്പേലിയൊന്നു നീയരികേ കീഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയൂ എൻ മാറിൽ ചേർന്നു മയങ്ങാൻ 7 വർണ്ണവും നീ അണിയൂ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും ആരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ
വരദേ തരുമോ തിരുമധുരം മയിലായോ മയിലായി പറന്നു വാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താമണി പേലിയൊന്നു നീയരികേ ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയോ മാപനി നീ സനി സാസ നിസരി നീതമ പനി സനി സാ നീലരാവുകളും നീ കുളിരും പകരം ഞാൻ നൽകും ആരുമാരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും